അല്ല, ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാമല്ലോ. ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. എം എൽ എമാർ നിങ്ങൾ പറഞ്ഞ പോലെ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു, എം എൽ എമാരായി. എം എൽ എമാർ ആയ സ്ഥിതിക്ക് ഒരുപക്ഷെ അവർക്ക് പറയാൻ മടിയുണ്ട്. കാസർഗോഡ് എം എൽ എ അല്ലാത്ത ഒരാളും ഈ ആരോപണം ഉന്നയിച്ചായിട്ട് ഞാൻ കണ്ടു. അയാൾക്ക് നിയമത്തെ സമീപിക്കാമല്ലോ, അദ്ദേഹത്തിന് പരാതി കൊടുക്കാമല്ലോ. മാത്രമല്ല, എം എൽ എമാരാരും പരാതി കൊടുക്കണ്ട. ഈ വാർത്ത പുറത്തു കൊടുത്ത ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഹോം മിനിസ്റ്റർ വരുമ്പോൾ അദ്ദേഹത്തിന് രേഖാമൂലം പരാതി കൊടുക്കണം. ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടിയിൽ എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കി തീർക്കാവുന്നൊരു പ്രശ്നമല്ല. ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ആർക്കെതിരെയാണോ ഉന്നയിച്ചിരിക്കുന്നത് അത് ഗുരുതരമായ അഴിമതിയാണ്, അത് ഗുരുതരമായ ജനാധിപത്യം അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ടൊരു പരാതിയിൽ ഒതുക്കി നിൽക്കുക, പരാതിക്കാരില്ലാത്തതുകൊണ്ട് കേസെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഇത് പരാതി നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എം എൽ എമാർക്ക് പരാതി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എം എൽ എമാരല്ലാത്തവരുണ്ടല്ലോ, അവർക്കറിയാമല്ലോ ആരാണോ ഈ വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്തത് അവർ രേഖാമൂലം പരാതി ഹോം മിനിസ്റ്റർ കൊടുക്കണം. ഞാനെന്തായാലും തിങ്കളാഴ്ച ഹോം മിനിസ്റ്റർക്ക് ഒരു പരാതി കൊടുക്കും, രേഖാമൂലം പരാതി കൊടുക്കും. ഈ ആരോപണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരാരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം. കാരണം ജനാധിപത്യത്തിൽ ഇത്തരം പ്രവണത ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് ഏത് ഉന്നതനായാലും ആരായാലും എന്തായാലും ഒന്നിലധികം വ്യക്തികൾ ഈ കാര്യത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ എല്ലാം അന്വേഷണം നടക്കണം. സത്യം പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. അതിനെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കർണാടകത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ മാറ്റാനും PCC പുനഃസംഘടിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ 2 ജില്ലയുടെ ചാർജ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എനിക്കാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് കുടക്, 2 മൈസൂർ. അപ്പോൾ ഇന്നലെ വിപുലമായ യോഗം ബാംഗ്ലൂരിൽ വിളിച്ചു ചേർത്തിരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും അതുപോലെ തന്നെ അവിടുത്തെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അവർ 2 പേരും ഇന്നലെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ ഇത്രയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഞാനടക്കമുള്ള MP മാർക്ക്, ഞങ്ങളിപ്പോൾ ബെന്നി ബെഹനാനുണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു MP മാർക്കും ഇന്ത്യയിലെ ഒരു MP മാർക്കും കർണാടകത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓഗസ്റ്റ് 13 വരെയാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത്. ഇത് ഓരോ ദിവസവും പാർലമെൻറ്റ് വളരെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പോൾ ആ പുനഃസംഘടനയെക്കുറിച്ച് നേതാക്കന്മാർക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ട് 13-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി മല്ലികാർജുന ഖാർഗെയുടെ ജന്മദിനത്തിൽ ഡൽഹി വന്നു, ഞങ്ങളെ വിളിച്ചിരുന്നു, പാർലമെൻറ്റ് സന്ദർശിച്ചു. അദ്ദേഹം മല്ലികാർജുന ഖാർഗെയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനാശംസകൾ നേർന്നു. ഉപരാഷ്ട്രപതിയെ കണ്ടു, അതുപോലെ തന്നെ സ്പീക്കറെ കണ്ടു. വൈകിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടത്തിയ ധർണയിൽ പങ്കെടുത്തിട്ട് പിറ്റേന്ന് ക്യാബിനറ്റ് യോഗത്തിന് മടങ്ങിപ്പോയി. അതുകൊണ്ട് അന്നും അദ്ദേഹത്തിന് ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് ഇല്ലാത്തതൊരു പോരായ്മ തന്നെയാണ്. അത് എത്രയും വേഗം അതിന് പരിഹാരം കാണുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജാതി സമവാക്യങ്ങളുടെ പേരിൽ കേരളത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പാർട്ടി പിന്തിരിയണം. കാരണം കഴിഞ്ഞ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി. ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. കഴിഞ്ഞ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ 10 മന്ത്രിമാർ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. അതിനു മുമ്പിലത്തെ CPI മന്ത്രിമാരിൽ 4 പേർ ഒരേ സമുദായത്തിൽപ്പെട്ടവർ. ഈ ജാതി സമവാക്യങ്ങൾ എന്ന് അവസാനിക്കുന്നു, എന്ന് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകങ്ങളിൽ നേതാക്കന്മാരെ തീരുമാനിക്കുന്നു, അന്നേ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പാരമ്പര്യം, പൈതൃകം, പ്രവർത്തന മികവ്, അതുപോലെ തന്നെ നിലപാടുകൾ ഉള്ള ആളായിരിക്കണം KPC പ്രസിഡന്റ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ വരുന്ന പേരുകളിൽ
അവർ പരിഗണിക്കട്ടെ. ആരാണ് ഇതെല്ലാം ഉള്ളൊരാൾ? അത് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും PR വർക്ക് നടത്തി അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന അല്ലാതെ അവർക്ക് വേണ്ടി ആരും പറയാനില്ല. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അവരെയും എൻ്റെ വികാരം അറിയിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കുന്നവരാണ്. എന്ത് തീരുമാനിച്ചാലും കഴിഞ്ഞ ഈ 10-60 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തന നിലയ്ക്ക് ഞാൻ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക എൻ്റെ ശരീരത്തിൽ വീഴണം എന്നുള്ളതാണ് എൻ്റെ അദമ്യമായ ആഗ്രഹം. അതിനപ്പുറം മനസ്സുകൊണ്ട് പോലും കോൺഗ്രസിനെതിരെ ഞാൻ ചിന്തിക്കില്ല.